ഹേയ് സിനിസ് ഫയൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ 2025 നമ്മുടെ മോഹൻലാൽ ഫാൻസിന് മൊത്തം ആഘോഷിക്കാനുള്ള വർഷം തന്നെയായിരുന്നു. ഇന്ന് നമ്മുടെ മോഹൻലാൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. മോഹൻലാലിന് എൻ്റെ കൺഗ്രാജുലേഷൻ. അപ്പോൾ ഇനി മോഹൻലാൽ 2025 നമ്മുടെ വൃഷഭ് വരാണ്ട് ബബ്ബ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ രാവണപ്രഭു വരാണ്ട്. അപ്പോൾ 2025 മോഹൻലാൽ നല്ലൊരു വർഷം തന്നെയാണ്. അപ്പോൾ ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മദ്രാസ് എന്ന സിനിമയുടെ OTT അപ്ഡേറ്റ് ആണ്. സിനിമയുടെ ഏകദേശം ഒരു ഉറപ്പിച്ച OTT റിലീസ് തന്നെയാണ് ആമസോൺ പ്രൈമിലൂടെ ഒക്ടോബർ 3 ഇതൊരു ഒഫീഷ്യൽ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല, പക്ഷേ എടുത്ത് തന്നെ വരും. ഈ ഡേറ്റ് ഏകദേശം ഉറപ്പ് തന്നെയാണ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന ഷർഫുദ്ദീൻ നായകനായ സിനിമയുടെ ഒരു സോങ് നാളെ റിലീസ് ചെയ്യുന്നുണ്ട് വൈകുന്നേരം 5 മണിക്ക്. ലാ 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 എന്ന് പറയുന്നതാണ് സോങ്ങിൻ്റെ പേര്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ബ്ലൂസ് എന്നൊരു ആനിമേറ്റഡ് ചിത്രമാണ്. സിനിമ കേരളത്തിൽ നിന്ന് വരുന്ന ഒരു ആനിമേഷൻ ചിത്രമാണ്. നമ്മുടെ നിവിൻപോളിയാണ് ഇത് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണാം. നമ്മുടെ പവൻ കല്യാൺ നായകനാണ് ദേ കോൾ ഹിം OG എന്ന തെലുങ്ക് ചിത്രത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക്. അപ്പോൾ അന്യായ വയലൻസ് തന്നെ ആയിരിക്കും. സിനിമയുടെ ഡ്യൂറേഷൻ 2 മണിക്കൂർ 34 മിനിറ്റ്സ് ആണ്. അതിൻ്റെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ ഖൈദി 2 പറ്റിയാണ്. ലോകേഷ് ആദ്യം പറഞ്ഞത് നമ്മുടെ രജനീകാന്തും കമലഹാസനും ഉള്ള കോംബോ ചെയ്യുന്ന ഒരു ചിത്രമാണ്, പക്ഷെ അത് ഡ്രോപ്പായെന്ന് കേൾക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഖൈദി 2 ഇപ്പോൾ ഡ്രോപ്പായെന്ന് വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് ഒഫീഷ്യലായിട്ടൊരു വാർത്ത ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ആ വാർത്ത വരാണെങ്കിൽ നമ്മുടെ LCU ആരാധകർക്ക് അതൊരു ഭയങ്കര നഷ്ടം തന്നെയാണ് ഖൈദി 2. അപ്പോൾ എന്തായാലും നമുക്ക് ഒഫീഷ്യൽ വാർത്തകളിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസും ഒക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.